പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ അത്യപൂർവ നാടകീയമായ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ യുദ്ധഭീതിയുടെ നിഴലിൽ നിർത്തിയ പ്രതിസന്ധികൾക്ക് താൽക്കാലിക ശമനം നൽകിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ചരിത്രപരമായിട്ടുള്ള സമാധാന കരാർ ഒപ്പിടലിന്റെ അന്തിമഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ പ്രഖ്യാപനം ആഗോളതലത്തിന്റെ സമാധാനത്തിന്റെ ഒരു പുതിയ പ്രതീക്ഷ നൽകുമ്പോഴും അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള സഖ്യകക്ഷികളായ ഇസ്രയേലിൽ ഇത് വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഇത്രയും കാലം പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും വേണ്ടി വാഷിംഗ്ടണിനെ മാത്രം വിശ്വസിച്ചിരുന്ന ഇസ്രയേൽ ഭരണകൂടം ഈ പുതിയ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തെൽ അവീവിനെ കടുത്ത നിരാശയിലേക്കും ആഭ്യന്തര രാഷ്ട്രീയ തർക്കങ്ങളിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ്. യുഎസും ഇറാനും തമ്മിലുള്ള ഈ തന്ത്രപരമായ കരാർ ഇസ്രയേലിന്റെ കനത്ത പരാജയവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വ്യക്തിപരമായ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടിയുമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ആണവ സൈനിക നീക്കങ്ങളെ തടയുക എന്നതായിരുന്നു നെതന്യാഹു തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു ദൗത്യമായി കണ്ടിരുന്നത്. എന്നാൽ സ്വന്തം സുഹൃത്തായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് ഇറാനുമായി കൈകോർക്കുമ്പോൾ നെതന്യാഹു ഇസ്രയേലിനെ ട്രംപിന് അടിയറവ് വെച്ചു എന്ന കടുത്ത വിമർശനമാണ് ഇസ്രയേലിനകത്തു നിന്ന് തന്നെ ഉയരുന്നത്. ഈ കരാർ ഇറാന്റെ വലിയൊരു രാഷ്ട്രീയ വിജയമായി മാറുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ പരമ്പരാഗത സ്വാധീനം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ഇസ്രയേൽ. നയതന്ത്രത്തിന്റെ ചതുരംഗ പലകയിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ പോലും വിള്ളലുകൾ വീഴ്ത്തിയ ഈ പുതിയ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവിയെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കുമെന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ പുതിയ US ഇറാൻ കരാർ പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഇസ്രയേലിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധരും മാധ്യമങ്ങളും നെതന്യാഹു ഭരണകൂടത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. പ്രമുഖ ഇസ്രയേലി രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഗിഡിയൻ ലെവി ഇതിനെ വിശേഷിപ്പിച്ചത് ഇസ്രയേലിന്റെ സമ്പൂർണ്ണ പരാജയവും നെതന്യാഹുവിന്റെ വ്യക്തിപരമായ തകർച്ചയും എന്നാണ്. വർഷങ്ങളായി ഇറാനെ ഒരു ആഗോള ഭീഷണിയായി ചിത്രീകരിച്ച് അതിനെതിരെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കടുപ്പിക്കാൻ വിയർപ്പൊഴുക്കിയ നെതന്യാഹുവിന്റെ എല്ലാ തന്ത്രങ്ങളും ട്രംപിന്റെ ഒറ്റ നീക്കത്തോടെ നിഷ്പ്രഭമായിരിക്കുകയാണ്. ചർച്ചകളുടെ ഒരു ഘട്ടത്തിൽ പോലും ഇസ്രയേലിന്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്താനോ അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനോ അമേരിക്ക തയ്യാറായില്ല എന്നത് തെൽ അവീവിനെ നടുക്കിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ജീവിത പദ്ധതിയായിരുന്നു ഇറാന്റെ ആണവ മോഹങ്ങളെ തകർക്കുക എന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ ഈ ചർച്ചാമേശയിൽ നിന്നും പൂർണ്ണമായും പുറത്തായിരിക്കുന്നു. ഇസ്രയേലി നിരൂപകരുടെ പ്രധാന വിമർശനം ഈ കരാർ ഇസ്രയേലിന്റെ അടിസ്ഥാനപരമായ സുരക്ഷാ ആശങ്കകളെ ഒട്ടും പരിഗണിച്ചില്ല എന്നതാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ചോ പശ്ചിമേഷ്യയിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയെക്കുറിച്ചോ കരാറിൽ വ്യക്തമായിട്ടില്ല. ഇസ്രയേൽ ദിനപത്രമായിട്ടുള്ള മാരിവിലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധനായിട്ടുള്ള ബെൻ കാസ്പിറ്റും കരാറിനെതിരെ ശക്തമായി രംഗത്തു വന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ എന്നിവർക്കെതിരെ ഇസ്രയേൽ സൈന്യം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ഭരണകൂടത്തിന്റെ നയതന്ത്രപരമായിട്ടുള്ള പരാജയം കാരണം രാജ്യം ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ അടിയറവ് പറയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സൈനിക പരാജയങ്ങളെ നയതന്ത്ര വിജയങ്ങളാക്കി മാറ്റാൻ നെതന്യാഹുവിന് കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം ഇസ്രയേലിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. ഈ കരാറിലൂടെ അമേരിക്കൻ ഭരണകൂടം ഇറാനെ ഒരു ഔദ്യോഗിക പ്രാദേശിക ശക്തിയാക്കി അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് പ്രമുഖ ഇസ്രയേലി കോളമിസ്റ്റ് ബെൻ ഡ്രോർ യെമനി നിരീക്ഷിക്കുന്നുണ്ട്. കരാറിന്റെ ഭാഗമായി ഇറാന് മേലുള്ള US നാവിക ഉപരോധം നീക്കുമെന്നും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായി തുറക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഇറാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയൊരു ഉത്തേജനമായിരിക്കും നൽകുക. എന്നാൽ ലെബനാനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ മിലീഷ്യകൾ, ഫലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായിട്ടുള്ള ഹമാസ് എന്നിവർക്കെല്ലാം ഇറാന്റെ ഫണ്ടിങ്ങും ആയുധ പിന്തുണയും തുടർന്ന് ലഭിക്കാൻ ഈ കരാർ വഴിയൊരുക്കുമെന്ന് ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട്. ഈ സായുധ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കരാറിൽ വ്യവസ്ഥകളില്ലാത്തതിനാൽ ഇസ്രയേലിന് വലിയ ഭീഷണിയാണ് വരുന്നത്. 2 വർഷത്തോളം നീണ്ടുനിന്ന കടുത്ത യുദ്ധങ്ങളും സൈനിക നീക്കങ്ങൾക്ക് ശേഷവും ഹമാസിനെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല.
അതുപോലെ 40 ദിവസത്തോളം നീണ്ടുനിന്ന കടുത്ത വ്യോമയാക്രമണങ്ങൾക്ക് ശേഷവും ഇറാനെ കീഴ്പ്പെടുത്താനും സാധിച്ചിട്ടില്ല എന്ന് യമനെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും സൈനിക പ്രതിരോധങ്ങൾ അതിജീവിച്ച ഇറാൻ ഒടുവിൽ അമേരിക്കയുമായി തങ്ങളുടെ നിബന്ധനകൾക്ക് വിധേയയായി ഒരു കരാറിലെത്തിയത് അവരുടെ വലിയ രാഷ്ട്രീയ വിജയമാണ്. ഈ കരാർ നിലവിൽ വരുന്നതോടെ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ ശക്തരാകുമെന്നും അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കുമെന്നുമാണ് ഇസ്രയേലി രാഷ്ട്രീയ വൃത്തങ്ങളുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ അതിന്റെ അന്തിമഘട്ടത്തിൽ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ലെബനാൻ തലസ്ഥാനമായിട്ടുള്ള ബെറൂതിൽ ഇസ്രയേൽ അപ്രതീക്ഷിതമായി വ്യോമാക്രമണം നടത്തിയത്. ഈ സൈനിക പ്രകോപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു. കരാർ ചർച്ചകളെ അട്ടിമറിക്കാൻ ഇസ്രയേൽ മനഃപൂർവ്വം ശ്രമിക്കുകയാണ് എന്ന് വിലയിരുത്തിയ ട്രംപ് നെതന്യാഹുവിനെതിരെ കടുത്ത ഭാഷയിലാണ് ആഞ്ഞടിച്ചത്. നെതന്യാഹുവിനെ ഒരു ഭയങ്കര പിടിവാശിക്കാരൻ എന്നും കടുംപിടുത്തക്കാരൻ എന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഈ ചരിത്രപരമായ കരാർ ഉണ്ടാക്കിയതിന് നെതന്യാഹു തങ്ങളോട് നന്ദിയുള്ളവനായിരിക്കണം. കാരണം ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടായാൽ പിന്നെ ഇസ്രയേൽ എന്നൊരു രാജ്യം 2 മണിക്കൂർ പോലും ഭൂമുഖത്ത് അവശേഷിക്കില്ല എന്ന കടുത്ത യാഥാർത്ഥ്യമാണ് ട്രംപ് ഓർമ്മിപ്പിച്ചത്. കരാറിന് തൊട്ടുമുമ്പ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് യാതൊരു വിവേചനവുമില്ല എന്ന് ട്രംപ് തുറന്നടിച്ചു. ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ആദ്യം ആക്രമണം നടത്തിയിരുന്നു എന്നത് ശരിയാണെങ്കിലും അതിൽ ആർക്കും ജീവഹാനിയോ വലിയ നാശനഷ്ടങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കരാർ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എന്തിനാണ് ബീബി ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് ട്രംപ് തന്റെ ദേഷ്യം നെതന്യാഹുവിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. നയതന്ത്ര ചർച്ചകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നെതന്യാഹുവിന്റെ ഷാഠ്യങ്ങൾ അമേരിക്കയുടെ ആഗോള താൽപര്യങ്ങൾക്ക് വിഘാതമുണ്ടാക്കുന്നു എന്ന ചിന്തയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അമേരിക്കയിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും ഇസ്രയേൽ അനുകൂലികളും ഈ കരാറിനെതിരെ രംഗത്തുണ്ട് എങ്കിലും ട്രംപ് തന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ പുതിയ പ്രകോപനങ്ങൾക്ക് പിന്നാലെ ഇറാൻ സൈന്യം കടുത്ത ജാഗ്രതയിലാണ്. തങ്ങളുടെ സൈനിക സേനകളുടെ വിരലുകൾ ഇപ്പോൾ ട്രിഗറിലാണ് ഉള്ളത് എന്നും ശത്രുവിന്റെ ഹൃദയത്തിലേക്ക് വെടിയുതിർക്കാൻ ഏത് നിമിഷവും തയ്യാറാണ് എന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള ഇർന റിപ്പോർട്ട് ചെയ്തത്. ശത്രുവിന്റെ ചെറിയൊരു പിരിവിനായി മാത്രമാണ് തങ്ങൾ കാത്തിരിക്കുന്നത് എന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇസ്രയേലിനെ അവിസ്മരണീയമായിട്ടുള്ള ഒരു അന്തിമ പാഠം പഠിപ്പിക്കുമെന്നും ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം അസീസി കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാധാന കരാർ ഒപ്പിടാൻ രാജ്യം തയ്യാറാണ് എങ്കിലും തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. അതേസമയം ദി ന്യൂയോർക്ക് ടൈംസിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ കരാറിന്റെ മറ്റൊരു വശം കൂടി വ്യക്തമാക്കി. ഇറാൻ ഈ കരാറുമായി പൂർണ്ണമായി സഹകരിച്ചില്ല എങ്കിൽ അമേരിക്ക തങ്ങളുടെ സൈനിക ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ല എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അങ്ങനെ വീണ്ടും ഒരു സൈനിക പ്രതിസന്ധി ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിന്റെ കാവൽക്കാരായി അമേരിക്ക മാറും. പക്ഷേ അതിന് പകരമായി ആ മേഖലയിലെ മൊത്തം വരുമാനത്തിന്റെ 20% US നൽകേണ്ടി വരുമെന്ന ഒരു വലിയ കച്ചവട വ്യവസ്ഥയും ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പുതിയ കരാർ പ്രകാരം അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സ്ഥിരമായി ടോൾ രഹിതമാക്കുമെന്ന് ഇറാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക ലാഭവും ആഗോള വിപണിയുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു തനത് ട്രംപ് ശൈലി നയതന്ത്രമാണ് ഇവിടെ പ്രകടമാകുന്നത്. US-ഉം ഇറാനും തമ്മിലുള്ള ഈ സമാധാന കരാർ പശ്ചിമേഷ്യയിലെ ദശാബ്ദങ്ങൾ പഴക്കമുള്ള പല രാഷ്ട്രീയ സമവാക്യങ്ങളെയും തിരുത്തി എഴുതുകയാണ്. ഇത്രയും കാലം അമേരിക്കയുടെ തണലിൽ മാത്രം കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഇസ്രയേലിന് തങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളിൽ വാഷിംഗ്ടൺ എപ്പോഴും തങ്ങൾക്കൊപ്പം നിൽക്കണമെന്നില്ല എന്ന വലിയൊരു പാഠമാണ് ഈ കരാർ നൽകുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്കും ആഗോള ഇന്ധന വിപണിയുടെ സുസ്ഥിരതയ്ക്കും വേണ്ടി അമേരിക്ക തങ്ങളുടെ പരമ്പരാഗത ശത്രുക്കളുമായി പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് ട്രംപ് തെളിയിച്ചിരിക്കുന്നു. ഇസ്രയേലിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ സമാധാനക്രമം കെട്ടിപ്പടുക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അത് ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നെതന്യാഹുവിന്റെ കടുംപിടുത്തങ്ങളും സൈനിക നീക്കങ്ങളും സ്വന്തം സഖ്യകക്ഷികളെ പോലും പ്രകോപിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. സൈനികമായി എത്ര ശക്തരാണ് എങ്കിലും നയതന്ത്രപരമായിട്ടുള്ള ഒറ്റപ്പെടൽ ഒരു രാജ്യത്തെ എത്രത്തോളം ദുർബലമാക്കും എന്നതിന്റെ ഉദാഹരണമായി ഇസ്രയേൽ മാറുകയാണ്. വരും ദിവസങ്ങളിൽ
സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഒരു കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കപ്പെടുമ്പോൾ അത് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കും. ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും കൈകോർക്കുമ്പോൾ ഈ പുതിയ നയതന്ത്ര യുഗത്തിൽ ഇസ്രയേൽ തങ്ങളുടെ സുരക്ഷാ നയങ്ങൾ എങ്ങനെ പുനഃക്രമീകരിക്കുമെന്നാണ് ആഗോള സമൂഹം ഉറ്റുനോക്കുന്നത്. യുദ്ധത്തിന്റെ പാത വെടിഞ്ഞ് സാമ്പത്തിക ഭദ്രതയ്ക്കും പ്രാദേശിക സമാധാനത്തിനും മുൻഗണന നൽകുന്ന ഈ പുതിയ അന്താരാഷ്ട്ര നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിനെ എങ്ങോട്ട് നയിക്കുമെന്ന് വരും നാളുകളിൽ വ്യക്തമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.